അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ നസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറത്തുൻ നിസായിലെ 20-ാമത്തെ വചനത്തിൻ്റെ വിശദീകരണത്തിൻ്റെ അവസാന ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ഹസ്രത്ത് ഖലീഫത്തുള്ള ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ അവസാന വിശദീകരണ ഭാഗത്ത് പറയുന്നു, therefore husbands and wives are both commanded by Allah to live amicably with each other and to reciprocate each other's love and kindness. ഭാര്യാഭർത്താക്കന്മാരോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ബൈ അല്ലാഹു തആല ഭാര്യാഭർത്താക്കന്മാരോട് കൽപ്പിച്ചിരിക്കുന്നത് ടു ലിവ് അമിക്കബിളി, അവർ സൗഹാർദ്ദത്തോടെ കഴിയുവാനാണ്. വിത്ത് ഈച്ച് അതർ, അവർ പരസ്പരം സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ആർദ്രതയോടെ ആയിരിക്കണം കഴിയേണ്ടത്, അമിക്കബിളി. ആൻഡ് ടു റെസിപ്രൊക്കേറ്റ്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ട ഒരു കാര്യമാണ്. സ്നേഹം അങ്ങോട്ട് കൊടുക്കുക, അതുപോലെ തിരികെ സ്നേഹം ഇങ്ങോട്ടും വാങ്ങുക. ആർദ്രത, കരുണ, ഇതൊക്കെ അങ്ങോട്ട് കൊടുക്കുകയും തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് ലഭിക്കുകയും ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് റെസിപ്രൊക്കേറ്റ് ഈച്ച് അതേഴ്സ് ലവ് ആൻഡ് കൈൻഡ്നസ്, സ്നേഹവും ദയയും ഇരു കൂട്ടർക്കും പരസ്പരം കൈമാറ്റം ചെയ്യേണ്ടതാണ്. ഇന്ന് ഈ ബൈ ദ ഗ്രേസ് ഓഫ് ദ ആൾമൈറ്റി, സർവശക്തനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വിമൻ കനോട്ട് കംപ്ലെയിൻ, സ്ത്രീകൾക്ക് പരാതിപ്പെടാൻ കഴിയുകയില്ല. ദാറ്റ് Allah has not meted out justice to them, അവർക്ക് അള്ളാഹു നീതി കൊടുത്തിട്ടില്ല എന്ന് പരാതിപ്പെടുവാൻ സാധിക്കുകയില്ല. To them, in his last law-bearing book, അന്തിമമായ നിയമപുസ്തകത്തിൽ സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല എന്ന് പരാതിപ്പെടുവാൻ സാധിക്കുകയില്ല. ഇറ്റ് ഈസ് ത്രൂ ദ ഹോളി ഖുർആൻ, വിശുദ്ധ ഖുർആനിലൂടെ, ആൻഡ് ദ അഡ്വെൻറ്റ് ഓഫ് ദ ബെസ്റ്റ് ഓഫ് മാൻകൈൻഡ്, മാനവകുലത്തിൻ്റെ ഏറ്റവും സമുന്നതനായ വ്യക്തിയുടെ ആവിർഭാവത്തോടെ, അതായത് പ്രൊഫറ്റ് മുഹമ്മദ് പീസ് ബി അപ്പോൺ ഹിം, പരിശുദ്ധ പ്രവാചകൻ
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തോടെ that they have now got their rightful status and claims. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെ അവർക്ക് അവരുടെ അവകാശപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രസ്തുത ഗ്രന്ഥത്തിലൂടെ അനുവദിച്ച് തന്നിരിക്കുകയാണ്. ബി ഇറ്റ് ഇൻ സൊസൈറ്റി ആൻഡ് ദെയർ മാരിറ്റൽ ലൈഫ്സ്, അത് സാമൂഹ്യ ജീവിതത്തിലായാലും ശരി, അതുപോലെ അവരുടെ വൈവാഹിക ജീവിതത്തിലായാലും ശരി. അപ്പോൾ സാമൂഹ്യ ജീവിതത്തിലും വൈവാഹിക ജീവിതത്തിലും അവർക്ക് അവരുടെ അവകാശങ്ങൾ, സ്ത്രീകളുടെ അവകാശങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോനെ, പിന്നെ ഇതങ്ങോട്ട് എനിക്ക് കിട്ടുന്നില്ല, ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ. ദ ഹോളി പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സാഡ്ലി ഡിക്ലെയർഡ്, വ്യസനസമേതം പ്രഖ്യാപിച്ച ഒരു കാര്യം, ദാറ്റ് ഹസ്ബൻഡ്സ് ഓഫ് ഹിസ് ടൈം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്, എന്താണ് പറ്റിയതെന്നറിയാൻ വയ്യ. ഹലോ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഓഡിയോ ഓഫ് ആണല്ലോ അമീർ സാഹിബ്. ഓഡിയോ ഓഫ് എവിടെ അത് പറ്റി? എവിടാണെന്നും ഇപ്പോഴോ? ഇപ്പോൾ കേൾക്കാമോ? ഓഡിയോ കൂടെ ഓൺ ആക്കണേ. അല്ല, ഓഡിയോ ഓൺ ആയിട്ടില്ല ഇതുവരെ. ഹലോ, ഇപ്പോൾ കേൾക്കാം? ഓക്കെ. അങ്ങനെ ഞാനിത് വീഡിയോ ആക്കുന്നുണ്ട്, അത് ഞാൻ അയച്ചു തരാം ഇൻഷാ അല്ലാഹ്. പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സാഡ്ലി ഡിക്ലെയർഡ്, വളരെ വ്യസനസമേതം പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട്, ദാറ്റ് ഹസ്ബൻഡ്സ് ഓഫ് ഹിസ് ടൈം, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുള്ള ഭർത്താക്കന്മാർ വെരി ഓഫൺ ബീറ്റ് ദെയർ വൈഫ്സ്, അവരുടെ ഭാര്യമാരെ അടിക്കുമായിരുന്നു. മിക്കപ്പോഴും തങ്ങളുടെ ഭാര്യമാരെ അടിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ ഭർത്താക്കന്മാരുടെ അന്നത്തെ നിലവാരവും അവസ്ഥയുമാണ് ഖലീഫത്തുള്ളാഹി ഇവിടെ വിവരിക്കുന്നത്. അവരുടെ ഭർത്താക്കന്മാർ അവരുടെ ഭാര്യമാരെ നിരന്തരം ഉപദ്രവിക്കുമായിരുന്നു, അടിക്കുമായിരുന്നു. ലൈക്ക് സ്ലേവ്സ്, ഈ അടിമകളെ അടിക്കുന്നത് പോലെ. പണ്ട് അടിമ ഉടമ വ്യവസ്ഥയൊക്കെ നിലനിന്നിരുന്ന സമയത്ത് അടിമകളെ എന്തും ചെയ്യാം, ഇതുപോലെ ഭാര്യമാരെ നിരന്തരം ഉപദ്രവിക്കുകയും അടിക്കുകയും ചെയ്യും. ആൻഡ് ദെൻ ലൈ വിത്ത് ദം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ, എന്നിട്ട് ദിവസത്തിൻ്റെ അവസാനമാകുമ്പം അവരോടൊപ്പം അവൻ പോയി കിടക്കുകയും ചെയ്യും. പകൽ ഈ രീതിയിൽ അവരെ ഉപദ്രവിക്കുകയും രാത്രിയിൽ അവരോടൊപ്പം പോയി കിടക്കുകയും ചെയ്യുന്ന മാനസിക നിലയുള്ള ആളുകളുടെ കാര്യത്തെക്കുറിച്ച് നല്ല, അങ്ങനെ സമൂഹം അധപ്പതിച്ച് കിടന്ന ഒരു കാലഘട്ടത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയും ഈ അവരുടെ അവകാശങ്ങളൊക്കെ ഇവിടെ പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നത്. വിത്ത് ഹിസ് അഡ്വൻസ്, അദ്ദേഹത്തിൻ്റെ ആഗമനത്തോടെ വരവോടെ, ഹി ബ്രോക്ക് ദാറ്റ് കൈൻഡ് ഓഫ് ബ്രൂട്ടൽ മെൻറ്റാലിറ്റി ഓഫ് മെൻ, പുരുഷന്മാരുടെ
ഈ മൃഗീയമായ മാനസിക നില തച്ചുടച്ചു. ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് കോഡ്സ് ഓഫ് കോണ്ടക്ട്, പെരുമാറ്റ സംഹിതകൾ രൂപകൽപ്പന ചെയ്തു. ഫോർ ബോത്ത് ഹസ്ബൻഡ്സ് ആൻഡ് വൈഫ്സ്, ഭർത്താക്കന്മാരും ഭാര്യമാരും എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിൻ്റെ നിയമങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു. സോ ദാറ്റ് ദേ മേ ലീവ് ഇൻ ഹാർമണി. അങ്ങനെ ആകുമ്പോൾ അവർക്ക് സന്തോഷത്തോടെ പരസ്പരം സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ജീവിക്കുവാൻ സാധിക്കുന്നതാണ്. ആൻഡ് നോട്ട് ടു ഡിഫൈ ദ ലാസ് ഓഫ് അല്ലാഹ്. അള്ളാഹുവിൻ്റെ ഈ നിയമങ്ങളെ അനാദരിക്കരുത്. അപ്പോൾ ഒരു ഭാര്യയും ഒരു ഭർത്താവും ആകുന്നതിന് മുമ്പ് തന്നെ ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ പവിത്രതയെക്കുറിച്ച് മനസ്സിലാക്കുകയും പരസ്പരം സ്നേഹിക്കുകയും സൗഹാർദ്ദങ്ങൾ പങ്കിടുകയും രമ്യതയിൽ കഴിയുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു അറേഞ്ച്മെൻ്റാണ് അല്ലാഹു തആല ഏർപ്പെടുത്തുന്നത് നിക്കാഹിലൂടെ. അങ്ങനെ നിങ്ങൾ സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുക, അനുകമ്പ കൊടുത്ത് അനുകമ്പ വാങ്ങുക, സൗഹാർദ്ദം കൊടുത്ത് സൗഹാർദ്ദം വാങ്ങുക. ഈ നിലവാരത്തിലേക്ക് നമുക്ക് അധ്യാപനം ഇവിടെ പുനരവതരിപ്പിച്ചതുപോലെയാണ്. നാം ഇതൊക്കെ വേണ്ടതുപോലെ മനസ്സിലാക്കുന്നില്ല എങ്കിൽ ജീവിതം വളരെ ദുസ്സഹമായി മാറുന്നതാണ്. മോറോവർ ദ ഖുർആൻ എക്സോർട്സ്, അത് മാത്രമല്ല വിശുദ്ധ ഖുർആൻ ഉപദേശിക്കുന്നത് ഹസ്ബൻഡ്സ് ടു ഓവർലുക്ക്, ഈ ഭർത്താക്കന്മാർ ടു ഓവർലുക്ക്, അവർ ഉയർന്ന സ്ഥാനത്ത് നിന്ന് കാര്യങ്ങളെ നോക്കിക്കാണേണ്ടതാണ്. ടു ഓവർലുക്ക് ദ വീക്ക്നെസ്സസ് ആൻഡ് ഷോർട്ട് കമ്മിങ്സ് ഓഫ് ദെയർ വൈഫ്സ്, അവരുടെ ഭാര്യമാരുടെ പോരായ്മകൾ എന്തൊക്കെയാണ്, അവരുടെ ദൗർബല്യങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യത്തെക്കുറിച്ച് അവർ ഒരു ഉന്നതമായ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ നോക്കിക്കാണേണ്ടതാണ്. ഈ സ്ത്രീയിൽ ഇന്നതുപോലുള്ള ദൗർബല്യമുണ്ട്, ഇന്നതുപോലുള്ള പോരായ്മകളുണ്ട് എന്ന് നോക്കിക്കാണുവാൻ ഭർത്താക്കന്മാർക്ക് കഴിയണം. ആ ദൗർബല്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ദൗർബല്യങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ബുദ്ധിപരമായ നിലയിലുള്ള പ്രവർത്തനങ്ങൾ. ആൻഡ് ടു ട്രീറ്റ് ദം വിത്ത് കൈൻഡ്നസ്, അത് അവരിലൂടെ തന്നെ നേടിയെടുക്കുന്നതിന് എങ്ങനെ സാധിക്കും? ടു ട്രീറ്റ് ദം, അവരെ നമ്മൾ സമീപിക്കേണ്ടത്, അവരോട് ഇടപഴകേണ്ടത്, അവരോട് പെരുമാറേണ്ടത് വിത്ത് കൈൻഡ്നസ്, ദയയോടെ ആയിരിക്കണം. ആൻഡ് ബെനോളൻസ്, ഉദാര മനസ്കതയോടെയുമായിരിക്കണം. നമ്മുടെ ഹൃദയ വിശാലതയോടെ ഉദാരതയോടെ ആയിരിക്കണം ആ പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ടത്. അല്ലാതെ നമ്മളൊരു വടിയെടുത്ത് രംഗത്തിറങ്ങി ഇത് അടിച്ച് ഇപ്പം റെഡിയാക്കി കളയാം ഇതൊന്നും അല്ല. നമ്മളെ ഉന്നത സ്ഥാനത്ത് നിർത്തിയിരിക്കുകയാണ്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, സ്ത്രീകളുടെ മേൽ ഒരു ഉന്നത സ്ഥാനം അവർക്ക് നൽകിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള അവരുടെ പോരായ്മകൾ നോക്കിക്കാണുവാനും അവരുടെ ദൗർബല്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുവാനും എന്നിട്ട് അവയെ ഇല്ലായ്മ ചെയ്യുവാൻ ദയാപുരസരം ഉദാരമനസ്കതയോടെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സമീപിക്കേണ്ടതാണ്. ഈവൻ ഇഫ് ദേ ഡു നോട്ട് ലൈക്ക് ദം, അവർ ഇനി അവരെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പോലും, ഭർത്താവ് ഭാര്യയെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പോലും ആ ഭർത്താവ് ഉന്നതമായ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് തൻ്റെ ഭാര്യയിൽ, തന്നോടൊപ്പം വന്നിട്ടുള്ള ഈ സ്ത്രീയിൽ ഇന്ന ദൗർബല്യങ്ങളുണ്ട്, ആ ദൗർബല്യങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന്, ആ പോരായ്മകൾ ഇല്ലായ്മ ചെയ്യുന്നതിനായിട്ട് അദ്ദേഹം ചെയ്യേണ്ടത് എന്താണ്? ട്രീറ്റ് ദം വിത്ത് കൈൻഡ്നസ്, ദയാപുരസരം ഇടപെടുക. ആൻഡ് ബെനോളൻസ്, ഉദാരമനസ്കതയോടെ പെരുമാറുക. ഈവൻ ഇഫ് ദേ ഡു നോട്ട് ലൈക്ക് ദം, ഇനി അവർ ഈ സ്ത്രീകളെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ഇവരുമായിട്ട് പറ്റില്ല എങ്കിൽ പോലും നമ്മൾ അവരോട് അത്രയും ആദരവോടെ മാത്രമേ പെരുമാറാവൂ എന്നാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. എത്ര മഹത്വപൂർണമായ ഒരു സ്ഥാനത്തേക്കാണ് പുരുഷനെ കൊണ്ടെത്തിക്കുന്നത്. എത്ര വലിയ ഉത്തരവാദിത്വമുള്ളവനായിട്ടാണ് പുരുഷനെ അല്ലാഹു തആല ചിത്രീകരിക്കുന്നതെന്നും
അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്ന സ്ത്രീകളോട് എത്ര ഉദാരമായി, എത്ര സ്നേഹത്തോടെ, എത്ര മര്യാദയോടുകൂടി പെരുമാറണമെന്നുമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇതുപോലെ തിരിച്ചും സ്ത്രീകൾക്കും ഉത്തരവാദിത്തമുണ്ട് തൻ്റെ ഭർത്താവിനോടും കുടുംബത്തോടും ഏറ്റവും ഉത്തമമായ നിലയിൽ വർത്തിക്കുവാൻ. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സമൂഹം ലോകത്തുണ്ടായി വന്നിരുന്നെങ്കിൽ എത്ര സമാധാനപൂർണമായ ഒരു ലോകമായി പോയേനെ. വ്യർത്ഥമായ ഐക്യലോക ജീവിതത്തിലെ ഇന്നത്തെ പടപ്പുറപ്പാടുകളെല്ലാം മനുഷ്യൻ്റെ അധപ്പതനത്തിനും തീരാനഷ്ടത്തിനും കഷ്ടതയ്ക്കും വഴിവെക്കുന്നു എന്ന യാഥാർത്ഥ്യം വിശുദ്ധ ഖുർആൻ നൽകുന്ന ഈ അതിമഹത്തായ പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇത് മനസ്സിലാക്കുകയും ഇതനുസരിച്ച് ലോകത്തോട് പെരുമാറുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന അധ്യാപകരായിരിക്കണം യഥാർത്ഥ സത്യവിശ്വാസികൾ. അവർ യഥാർത്ഥ അധ്യാപകരായിരിക്കും. ഈ കാര്യങ്ങൾ നമുക്ക് ലോകത്തെത്തിക്കുവാനുള്ള ശ്രമങ്ങൾ പല വിധത്തിലും നമുക്ക് ചെയ്യുവാൻ കഴിയും. അത്തരത്തിലുള്ള നല്ല പെരുമാറ്റ സംഹിതകളും നല്ല നിലയിലുള്ള ഇടപഴകലുകളും ഉണ്ടാകുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും അതിനുള്ള പരിശീലന കളരിയിൽ ചെന്ന് പഠിച്ചെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അത് നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചാൽ സ്വാർത്ഥത കൊണ്ട് നിറയുന്നതല്ലാതെ പരിശീലന കളരിയിൽ ഇറങ്ങി പരിശീലിക്കണം, കളിക്കണം. അപ്പോഴാണ് നമുക്ക് കളിയുടെ മഹത്വം അറിയുകയുള്ളൂ. അതിനുള്ള വേദികൾ ഇല്ലാതെ പോകുന്നു. അല്ലെങ്കിൽ വേദികൾ ഉണ്ടായാൽ തന്നെ അവിടേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കാതിരിക്കുന്നു. ദൗർഭാഗ്യവാന്മാർ എന്നല്ലാതെ എന്ത് പറയുവാനാണ്. അല്ലാഹു തആല നമുക്ക് ദിശാബോധം നൽകി നല്ല നിലയിൽ ജീവിക്കുവാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.